ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫ്ലവർ കോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഈ ഗ്രീൻ കളർ 4 വെയിറ്റ് ചെയ്യാനുകൊണ്ടും ഈ ലൈറ്റ് ബ്ലൂ കളർ ഞാൻ 3 വെയിറ്റ് ചെയ്യാനുകൊണ്ടും ഉണ്ടാക്കിയത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആണ്. ഏതൊരു ബിഗിനറായിട്ടുള്ള ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാറ്റേണും ഈ വീഡിയോ ഉള്ളത്. സോ അപ്പോൾ നിങ്ങളിത് കാണാം. നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറിൻ്റെ അത്ര പോകുന്ന ഫ്ലവർ കോസ്റ്റർ വേണമെങ്കിൽ 4 വെയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ചെറുത് മതിയെങ്കിൽ 3 വെയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാൺ വെയിറ്റ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ യൂസ് ആക്കുന്നത് 3 വെയിറ്റ് യാണാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3.5 mm ഹുക്ക്, ഒരു ഡാർണിങ് നീഡൽ, ഒരു സിസേഴ്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ 2 കളർ യാൺ. ഞാൻ നിങ്ങൾക്ക് മാജിക് റിങ് ചെയ്യാൻ 2 മെത്തേഡ് കാണിക്കാം. ഫസ്റ്റത്തെ മെത്തേഡ് നോർമൽ മാജിക് റിങ്. സോ അതാണ് ആദ്യം ചെയ്യുക. സോ അതിന് നമ്മളുടെ കയ്യിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് കൈൻ്റെ അടിഭാഗത്ത് ഒരു എക്സ് ഫോം ചെയ്യുക. അപ്പോൾ യാണിൻ്റെ ഈ ഭാഗത്തോട്ടായിരിക്കണം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് മുകളിൽ 2 നൂലും പാരലായ രീതിയിലും അടിയിൽ എക്സ് രീതിയിലും വേണം വരാൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മളിതിൽ കൂടെ ഹുക്ക് ഇട്ടിട്ട് മറ്റേ വള്ളി ഇങ്ങോട്ട് വലിക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയിൻ 1 ആണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വിട്ട് കഴിഞ്ഞാൽ ഇത് അഴിയണോണ്ടാണ് ഇങ്ങനെ പിടിച്ച് വെച്ച് തന്നെ ചെയ്യണം. നമ്മൾ മാജിക് റിങ് ചെയിൻ 1 ചെയ്തു. ചെയിൻ 2 ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ 1 ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ 2 ചെയ്യാം. നമ്മൾക്കിനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റാത്തവർ മാത്രം സെക്കൻഡ് മെത്തേഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ടാണ് ഇതിൽ ചെയ്തത്. ഇനി ചെയിൻ 4. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റിച്ചിനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ ഹുക്ക് ഇടുക. എന്നിട്ട് ഇത് വളഞ്ഞിരിക്കാണ്ട് നോക്കണം. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സാധനം കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് വിടർത്തുമ്പോൾ ഇതിൻ്റെ നടുക്കിലൊരു ചെറിയൊരു ഹോളുണ്ടാവും. ആ ഹോളിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അതിനെക്കാട്ടി മുന്നേ നമ്മൾ ചെയിൻ 2 ചെയ്യാം. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയിൻ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വെക്കുക. ഇനി നമ്മൾ ഈ മെത്തേഡിൽ ചെയിൻ 2 ചെയ്യാം. ഇനി നമ്മൾ ഈ ഹോളിലോട്ട് 15 DC ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ പിടിച്ചിട്ട് 15 DC ചെയ്യണം. നമുക്ക് നമ്മുടെ ആദ്യത്തെ DC ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ യാൺ ഓവർ ആക്കിയിട്ട് ആ ഹോളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി യാൺ ഓവർ ആക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മളുടെ ഹുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ആക്കിയിട്ട് 2 കൂടെ വലിക്കുക. പിന്നെയും യാൺ ഓവർ ആക്കിയിട്ട് 2 കൂടെ വലിക്കുക. ഇതാണൊരു DC. അപ്പോൾ നിങ്ങൾക്കിത് ഓൾറെഡി പരിചയം ഉണ്ടാവും ഞാൻ വിചാരിക്കണം. ഇതിനെ പറ്റിയിട്ട് ഷോർട്ടായിട്ട് ഞാൻ അങ്ങനെ നമ്മളിത് അവസാനം നമുക്ക് 15 DC ഉണ്ടായിരിക്കണം. 15 DC ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ 2 ചെയ്തതിൽ
രണ്ടാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ആക്കാം. സെൻറ്റർ പാർട്ടിത്തെ ഫസ്റ്റ് റൗണ്ട് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ റൗണ്ട് 2 ആദ്യം തന്നെ നമ്മൾ ചെയിൻ 2 ആണ് ചെയ്യുന്നത്. ഈ റൗണ്ട് 2 എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസ് റൗണ്ടാണ്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം ചെയ്യുന്ന അർത്ഥം. ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പം അതാണ് ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത. അങ്ങനെ നിങ്ങൾ 2 എണ്ണം ചെയ്യുക ഓരോ സ്റ്റിച്ചിലും. ഇപ്പം നമ്മൾ ചെയിൻ 2 അങ്ങനെ അവസാനത്തെ ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി 30 ഡബിൾ ക്രോഷ്യം ഉണ്ടോയെന്ന് എണ്ണി നോക്കുക. സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഫാസ്റ്റൺ ഓഫ് എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കളർ ചേഞ്ചാണ്. ഇപ്പോൾ സെൻറ്റർ പാർട്ട് റെഡിയായി. അപ്പോൾ ഇനി പെറ്റൽസ് ഏത് കളറാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കളറാണ്. ഈ കളറാണ് ഞാൻ കളർ ചേഞ്ചിന് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളുടെ സെൻറ്റർ പാർട്ട് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ ഹുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് കളർ എടുത്തിട്ട് അതിലൊരു സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്ലിപ്പ് നോട്ട് നമ്മളുടെ ഹുക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് എന്ന് വെച്ചാൽ ടു ടൈറ്റ് അല്ല, ജസ്റ്റ് അതൊന്ന് നീങ്ങാനുള്ള രീതിയിലുള്ള ടൈറ്റ്. ഇത്രയും ടൈറ്റായാൽ മതി. ഇനി നമ്മൾ ഈ സ്ലിപ്പ് നോട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തെ സൈഡിലോട്ട് വലിക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ യാണൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ചെയിൻ 1 ആക്കുക. ഈ യാണൻസൊക്കെ ഇതിൽ കൂട്ടി പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഈ ചെയിൻ്റെ ഉള്ളിൽ യാണൻസ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പൊക്കോളും. ഇനി ആ സെയിം ഹോളിൽ തന്നെ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക സ്റ്റിച്ചിൽ. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് തിരിച്ചെടുക്കുക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ഈ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്ത് എടുക്കുന്നതിനാണ് സിംഗിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്.
ഇനി നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. എന്ന് വെച്ചാൽ HDC. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് യാൺ ഓവറാക്കാം. തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും യാൺ ഓവറാക്കിയിട്ട് അതിൽ കൂടെ എടുക്കുക. ഇപ്പം നമ്മളുടെ ഹുക്കുമ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഇനി യാൺ ഓവറാക്കി ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നതിനാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയാം. അപ്പോൾ 3 ലൂപ്പ് കൂടെ ഒരുമിച്ച് വേണം എടുക്കാൻ. ഓക്കെ, കണ്ടില്ലേ? ഇതാണൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ അതിന് യാൺ ഓവറാക്കാം. അടുത്ത സ്റ്റിച്ചിലാണ് നമ്മൾ ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവറാക്കുക. ഇപ്പോൾ നമ്മൾ ഹുക്കുമ്പോൾ 3 ലൂപ്പുണ്ട്. അതിൽ 2 എണ്ണത്തിൽ കൂടെ യാൺ ഓവറാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ യാൺ ഓവറാക്കി 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. ഇപ്പോൾ ഒരു DC ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഒരു DC സെയിം സ്റ്റിച്ചിൽ അങ്ങനെ ആക്കാൻ പോവാണ്. ഇനി അടുത്ത 2 സ്റ്റിച്ചിലും നമ്മൾ 2 DC ആണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ 3 ഇൻക്രീസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. എന്ന് വെച്ചാൽ യാൺ ഓവറാക്കുക. ഹുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവറാക്കി 3 ലൂപ്പിൽ കൂടെയും യാൺ ഓവറാക്കി ഒന്നിച്ചെടുക്കുന്നതിനാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇതാണ് ഒരു പെറ്റൽ. ഇതേപോലത്തെ 5 എണ്ണം നമ്മൾ ചെയ്ത് വരും. അപ്പോൾ ഞാൻ പാറ്റേൺ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് 3 മൊത്തം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും.
അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ എണ്ണി നോക്കാം എത്ര പെറ്റലുണ്ടെന്ന്. ടോട്ടൽ 5 പെറ്റൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിൽ ഞാൻ എന്താ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത സിംഗിൾ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ യാൺ ഓവറാക്കാണ്ട് ഹുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവറാക്കി എടുത്തിട്ട് ആ ഒരു ലൂപ്പ് ഇപ്പുറത്തുള്ള ലൂപ്പിൽ കൂടെ ഇടണം. ഇത്രേ ഉള്ളൂ സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ റൗണ്ട് 3 എൻഡായി. ഇപ്പോൾ നമ്മൾ ഫ്ലവറിന് 5 പെറ്റലുണ്ട്. പിന്നെ കാണാൻ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം ഞാൻ റൗണ്ട് 4 ഈ യാണിൻ്റെ കൂടെ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ആദ്യം മുതൽ ചെയ്യാം, പക്ഷേ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലാസ്റ്റ് നമ്മൾ എൻ്റെ വീവിന് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. അപ്പം എന്നെ പോലെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു പോവാം. അപ്പം നമ്മളുടെ ഈ സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യത്തെ റൗണ്ട് 4ത്തെ ആദ്യത്തെ സ്റ്റിച്ചായിട്ട് കൂട്ടുക. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് യാൺ ഓവറാക്കി ഇനി ഹുക്ക് അപ്പുറത്തുള്ള സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവറാക്കി എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവറാക്കിയിട്ട് ഈ 3 ലൂപ്പിൽ കൂടി എടുക്കുക. ഇപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ സൂമിൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ചിലല്ല നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്, തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷ്യയാണ്. DC അപ്പം അങ്ങനെ നമ്മളിതാ 4 ഇൻക്രീസും ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ 4 ഇൻക്രീസ് ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സാധാ DC ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ ആ മറ്റേ യാണിൻ്റെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, അത് ബാക്കിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ DC ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ അടുത്ത സ്റ്റിച്ചിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യാൺ ഓവറാക്കി ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് 3 ലൂപ്പിൽ കൂടെ യാൺ ഓവറാക്കി വലിക്കാം.
അപ്പോൾ ഈ 3 ലൂപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യാൺ ഓവറാക്കി ആ 3 ലൂപ്പിൽ കൂടെ എടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അടുത്ത സ്റ്റിച്ചിൽ ചെയ്യും. അത് റൗണ്ട് എൻഡായിട്ടല്ല, അത് ജസ്റ്റ് പാറ്റേണിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളിത് നോക്ക്. ഇതാണ് ഒരു പെറ്റൽ. അപ്പം ഇതേപോലെ 4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്ലവർ കോസ്റ്റർ തന്നെ റെഡിയായി. ഇത്ര ഉള്ളൊരു ഫ്ലവർ കോസ്റ്റർ ചെയ്യാൻ. അപ്പം ഇത് ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഇപ്പം ഞാനിവിടെ 2 പെറ്റൽ ചെയ്ത് ഇനി 3 പെറ്റലും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കാണാം. 1 സ്ലിപ്പ് സ്റ്റിച്ച് തൊട്ട് 1 HDC വരെ കറക്റ്റായിട്ട് 4 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ കറക്റ്റ് 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കാണാൻ. ഇനിയിപ്പോൾ 2 സ്റ്റിച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷയും സ്ലിപ്പ് സ്റ്റിച്ചും നമുക്ക് ചെയ്യാം. അപ്പോൾ ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ഞാനിവിടെ ചെയ്യാണ്. അപ്പോൾ 3 ലൂപ്പായി. ഇനി യാൺ ഓവറാക്കി 3 കൂടെ എടുക്കാം. അപ്പോൾ ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ കോസ്റ്റർ തന്നെ റെഡിയായി. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ഹോളിലാണ് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് യാൺ കട്ട് ചെയ്യാം. കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യാം. അതാവുമ്പോൾ നമുക്ക് ആ നീഡിൽ വെച്ചാക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ആക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫാസ്റ്റൻ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്ലവർ കോസ്റ്റർ തന്നെ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നമുക്ക് യാണൻസൊക്കെ ഒന്ന് ഹൈഡ് ആക്കാണ്ട് അപ്പോൾ അത് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വെട്ടിയ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഡാർണിങ് നീഡിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം എൻ്റെ ആദ്യത്തെ കളറിൻ്റെ എൻ്റെ കുറച്ച് ഷോർട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നീഡിൽ ആദ്യം ഇങ്ങനെ ഹൈഡ് ആക്കുന്ന രീതിയിൽ ഏതൊക്കെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി എന്ന് വെച്ചാൽ അങ്ങനെ ആക്കും. ലാസ്റ്റ് എന്നിട്ട് ആ യാണൻ്റെ കയറ്റി കൊടുത്തിട്ട് ജസ്റ്റ് നോർമൽ ചെയ്യണ പോലെ ചെയ്യുള്ളൂ. ഇതാകുമ്പോൾ നമ്മളെ എൻഡ്സ് ചെറുതാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ചെയ്യാം, പക്ഷേ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ട്രിക്ക് ഉപയോഗിക്കുന്നു. ഹൈഡാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ലെൻസും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു നീറ്റ് ഫിനിഷ് കിട്ടും.